കാസർഗോഡ് ബേക്കലിൽ 400 ഗ്രാം MDMA പിടികൂടിയ സംഭവത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിക്കുകയാണ്. കർണാടകയിലേക്ക് ഉൾപ്പെടെ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. സംഭവത്തിൽ കൂടരഞ്ഞി പഞ്ചായത്തിലെ യൂത്ത് ലീഗ് നേതാവ് സാദിഖ് അലി പിടിയിലായിരുന്നു. രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ഉള്ളത്. രതീഷ്, ഈ സംഭവത്തിൽ കൂടുതൽ കണ്ണികൾ ഉണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണോ പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്? സേതു, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഉൾപ്പെടെ ബേക്കലിലെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു. ഇവർക്ക് ലഹരി കൈമാറിയ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടാനാണ് പോയത്. കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ മലയാളികളായ ആളുകളിലേക്കൊക്കെ ഉൾപ്പെടെ അന്വേഷണം എത്തുമെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. ഈ കാസർഗോഡ് വെച്ച് അബ്ദുൽ ഖാദർ എന്ന വ്യക്തിയെ 400 ഗ്രാം MDMA ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്നാണ് ഇദ്ദേഹം കോഴിക്കോട് കൂടരഞ്ഞിലെ ലീഗ് നേതാവ് സാദിഖ് അലിക്ക് വേണ്ടിയാണ് ഈ മയക്കുമരുന്ന് MDMA രാസലഹരി സംഘടിപ്പിച്ചതെന്ന് മനസ്സിലായത്. തുടർന്ന് സാദിഖ് അലിയെ പിടികൂടാൻ എത്തിയെങ്കിലും സാദിഖ് അലി വയനാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു. വഴിക്ക് വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും 250 ഗ്രാം MDMA പിടികൂടി. തുടർന്ന് ബേക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഇപ്പോൾ. അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ലീഗ് നേതാവ് ഉൾപ്പെടെയുള്ള ഈ മയക്കുമരുന്ന് കച്ചവട സംഘത്തെ ഏറെ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. അന്തർ സംസ്ഥാന ബന്ധവും ഇതിനുണ്ട് എന്നതും കൂടുതൽ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത്. കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നാണ് ബേക്കൽ പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ഓക്കെ രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.